കാലമാണ് കൊതുകിന്റെ താണ്ഡവകാലവും. ചിക്കൻ ഗുനിയ, മലേറിയ, ഡെങ്കിപ്പനി, മന്ദരോഗം എന്നിങ്ങനെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾക്ക് അന്ത്യമില്ല. എന്നാൽ കൊതുക് ഇങ്ങനെ പെരുകുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്: കൊതുക് നിവാരണ ഉൽപാദകരും കൊതുക് തിരി ഉൽപാദകരും. കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കാൾ വലുതാണ് ഇത്തരം കൊതുക് നശീകരണ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നത് നിങ്ങൾക്കറിയാമോ? ഒരു കൊതുക് നേരിട്ട് പരമാവധി 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മാത്രമാണ് കൊതുക് തിരിയിൽ നിന്നും ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത്. അതിനുശേഷം അത് അവിടെ നിന്നും രക്ഷപ്പെടും. എന്നാൽ കൊതുക് തിരികൾ ഉപയോഗിക്കുന്ന മനുഷ്യർ ദിവസം 8 മണിക്കൂറോളം ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം ഏൽക്കുന്നുണ്ട്. പലതരം കീടനാശിനികളാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന റീഫില്ലറുകളിലും മറ്റും ഉപയോഗിക്കുന്നത്. ഇവ ആവശ്യത്തിന് മണവും ചേർത്ത് മണ്ണെണ്ണയിൽ ലയിപ്പിച്ച് മനോഹരമായ പാക്കറ്റുകളിൽ ലിക്വിഡേറ്റർ എന്ന പേരിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇവ പതിവായി ശ്വസിച്ചാൽ അലർജി രോഗങ്ങൾ, ശ്വാസം മുട്ടൽ, തലവേദന, പ്രമേഹ രോഗികളിൽ ഷുഗറിന്റെ അളവ് വർദ്ധിക്കുക, ശരീരത്തിന്റെ വണ്ണം കൂട്ടുക എന്നീ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം.